വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഡ്രോയിനെ കുറിച്ചാണ്. മൗത്ത് വാട്ടറിംഗ് മത്സരങ്ങളാണ് ക്വാർട്ടർ ഫൈനൽ നടക്കാൻ പോകുന്നത്. നമുക്ക് ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ചിൽ നിന്ന് തുടങ്ങാം. ഇതിലേതൊക്കെ ടീമുകൾ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ റയലിന്റെ കാര്യം ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം പലപ്പോഴും അവർ തന്നെയാണ് രാജാക്കന്മാരെന്ന് തെളിയിച്ചിട്ടുള്ള പല മാച്ചുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ UCLലേക്ക് വരുമ്പോൾ ആർസണലിന് ഒരു റുക്കി റോളാണുള്ളത്. കാരണം ഈ കോമ്പറ്റീഷൻ ഇതുവരെയായിട്ടും ആർസണൽ ജയിച്ചിട്ടില്ല. നമുക്ക് ടീം ടു ടീം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ ഇവരടങ്ങുന്ന ഒരു അറ്റാക്കിംഗ് പവർ ഹൗസ് ആണ് റയലിന്റെ സൈഡിലുള്ളത്. എന്നാൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി വന്ന് ഡിപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസീവ് ലൈനാണ്. സാക്ക ഫസ്റ്റ് ലെഗിലോ അല്ലെങ്കിൽ സെക്കൻഡ് ലെഗിലേക്കോ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ആർസണലിനുണ്ട്. അപ്പൊ പുള്ളി വന്നതുകൊണ്ട് മാത്രം ഈ ഒരു മാച്ചിന്റെ റിസൾട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഒരു പ്രതീക്ഷ, അതുപോലുള്ള ഒരു ഇൻക്ലൂഷൻ ചിലപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആർസണൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ EPL ഏതാണ്ട് കൈവിട്ടു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ആർട്ടേറ്റയുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ മാച്ചിന് വേണ്ടിയിട്ട് ഒരു ഫുൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോ എവേ മത്സരത്തിൽ ഒരു ഡ്രോ ഒക്കെ പിടിച്ച് ഒരു സ്ലൈറ്റ് 1-0 വിന്നൊക്കെ റയലിനെതിരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപ്സെറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഫോമും റയലിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസും കാർലോ അൻസെലോട്ടി ആ ടീമിലുള്ളതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയൽ വളരെ ഈസി ആയിട്ട് 2 ലെഗും ജയിച്ച് സെമി ഫൈനലിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും താഴെ അറിയിക്കുക. നമ്മൾ അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ ഡോർമുണ്ട് വേഴ്സസ് ബാഴ്സലോണ. നമുക്കറിയാം ബാഴ്സലോണ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ലീഗിലെ ഫോം കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റഫീനിയൊക്കെ മാരക ഫോമിലാണ്. യമാല് നെക്സ്റ്റ് ലെവല് കളി കളിക്കുന്നു. ഇതുപോലെ ഫോമിലുള്ള ഒരു പ്രോപ്പർ ഫോർവേഡ് ലൈനപ്പിനെ ഡോർമുണ്ട് പോലത്തെ ഒരു ടീമിന് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പൊ ബുണ്ടസ് ലീഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർമുണ്ട് 10ാം സ്ഥാനത്താണ്. അപ്പൊ ആ ഒരു ഫോമുമായിട്ട് ബാഴ്സ പോലുള്ള ഒരു ടീമിനെതിരെ മത്സരിക്കാൻ പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ഹാൻസി ഫ്ലിക്കിന് ഒരു വൈഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. അത് മാത്രമല്ല, പുള്ളീനെ കൊണ്ട് റയലിനെതിരെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള മാച്ച് പെർഫോമൻസുകൾ ഒരു ഉദാഹരണമാണ്. ഇപ്പൊ മിഡ്ഫീൽഡിൽ പെഡ്രി അടങ്ങുന്ന ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡും ബാഴ്സനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗ് ഫോമിൽ പിറകിൽ നിൽക്കുന്ന ഡോർമുണ്ടിന് 2 ലെഗിലും ബാഴ്സയെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ടെക്നിക്കലി പോസിബിൾ ആണ്, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ലെഗും ബാഴ്സ ഈസി ആയിട്ട് ജയിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഫോം വെച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പാസ്കൽ ഗ്രോസ് അടങ്ങുന്ന സസ്പെൻഷൻ ഒക്കെ ചിലപ്പോൾ ഒരു ഫാക്ടർ ആയിട്ട് മാറിയേക്കാം. ഡോർമുണ്ടിന്റെ ഡിഫൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് അല്ല. ഇപ്പൊ യമാലിനായാലും അല്ലെങ്കിൽ റഫീനക്കായാലും ആ ഡിഫൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ബാഴ്സ എന്തായാലും സെമി ഫൈനലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു മാച്ച് നോക്കുമ്പോൾ ഇവിടെ PSG വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം. നമുക്കറിയാം 2 സ്പാനിഷ് മാനേജർമാർ 2016 മുതൽ 2018 വരെ PSG മാനേജർ ആയിട്ടുണ്ടായിരുന്ന ഉനൈ എംറി തന്റെ പ്രീവിയസ് ക്ലബിനെതിരെ ഒരു മത്സരത്തിൽ വരുന്നു. ഇപ്പൊ ലൂയിസ് എൻട്രിക്കിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഒരു UCL കോമ്പറ്റീഷനിൽ സിറ്റിക്കെതിരെ കംഫർട്ടബിൾ ആയിട്ട് 4-2 വിജയം. പിന്നീട് ലിവർപൂളിനെ 2 ലെഗിലും ഓവർ ഷാഡോ ചെയ്യുന്ന പെർഫോമൻസ്, പെനൽറ്റിയിൽ അവരെ തോൽപ്പിക്കുന്നു. ഇങ്ങനെ നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടാണ് PSG ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുന്നത്. ആസ്റ്റൺ വില്ലയെ നമ്മൾ ആരും തരം താഴ്ത്തി കാണുന്നില്ല. പക്ഷേ ഉനൈ എംറിയുടെ യൂറോപ്യൻ എക്സ്പീരിയൻസ് അവർക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഇപ്പൊ യൂറോപ്പ് ലീഗിലായാലും മറ്റ് കോമ്പറ്റീഷനിലായാലും അതുപോലുള്ള പെർഫോമൻസുകൾ മുമ്പത്തെ കാലത്ത് ഉനൈ എംറിയുടെ ടീം പുറത്തെടുത്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ലൂയിസ് എൻട്രിക്കെ സൈഡിനെ പിടിച്ചു നിർത്താൻ പാകമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കുമോ എന്നുള്ള
ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ ആ ഒരു ഫോർവേഡ് ലൈനപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ല പാർക്കിൽ ചിലപ്പോൾ PSG മത്സരം ഒരു പരിധി വരെ ടഫായിരിക്കാം. അവിടെ ഒരു 1-0 വിക്ടറിയോ അല്ലെങ്കിൽ ഒരു 2-0 വിക്ടറിയോ ഒക്കെ PSG നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഗ്രിഗേറ്റിൽ നല്ലൊരു സ്കോറോടെ PSG മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു പക്ഷേ ഉള്ളത്. കാരണം നമുക്കറിയാം കവർഷീലയൊക്കെ അടങ്ങുന്ന ആ ഒരു PSG പ്ലേ മേക്കിംഗ് സ്റ്റൈല് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും പോകുന്ന പ്ലേയേഴ്സ് PSG അപ്പോൾ ഈ ഒരു ടീമിനെ വെച്ചിട്ട് ആസ്റ്റൺ വില്ലക്ക് ആ ഡിഫെൻസീവ് മോഡൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ പോയിന്റ് ഇവിടെ വരുന്നു. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ വില്ലയെ കംഫർട്ടബിൾ ആയിട്ട് തോൽപ്പിക്കാൻ PSG കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ കോണ്ടൻഡർ ബയൺ വേഴ്സസ് ഇന്റർ മിലാൻ. ഈ ഒരു മാച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും. കാരണം ഒരുപാട് ഫാക്ടർ ഈ ഒരു മത്സരത്തിൽ ചിലപ്പോൾ എൻറ്റയർ ഗതി തന്നെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇൻസാഗിയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. എന്നാൽ കോമ്പനി കമ്പാരിറ്റീവ്ലി അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ അല്ല. ഈ വർഷത്തിൽ കമ്പനി ബുണ്ടസ്ലീഗ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവര് ഒരു കോമ്പറ്റീഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ ലെവർകൂസനെ നല്ലൊരു മാർജിനിൽ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ UCL ഓവറോൾ കോമ്പറ്റീഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയണ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസ്റ്റൺ വില്ലക്കെതിരെ പരാജയപ്പെട്ടു. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവന്നിട്ടാണ് ആ സെൽറ്റിക്കിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് ബയൺ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ ഫൈനലിൽ ഒരു സെറ്റ് ബാക്ക് ഒക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ബയന്റെ അറ്റാക്കിംഗ് പവർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്റർ മിലാനെക്കാളും ഒരുപടി മുമ്പിലാണ്. ഇപ്പൊ നമ്പർ ഓഫ് ഗോൾസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 18 ഗോൾസ് ഈ ഒരു ഫ്രണ്ട് 3 ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഹാരി കെയ്ൻ ആയാലും ജമാൽ മൂസിയാല ആയാലും ഇപ്പൊ ഗാൻബ്രി അല്ലെങ്കിൽ സാനി അടങ്ങുന്ന ആ ഒരു അറ്റാക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഇൻസാഗിയുടെ ഡിഫെൻസീവ് മോഡലിനെ നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. കാരണം അവർ ഈ കോമ്പറ്റീഷനിൽ വളരെ വളരെ കുറച്ച് ഗോളുകൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ തുറാമയ്ക്ക് അടങ്ങുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രക്ചർ അവർക്കുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഒരു കൗണ്ടർ വഴി ഒരു ഗോളൊക്കെ അടിച്ച് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന രീതിയിൽ ഒരു ഡിഫെൻസീവ് ലൈനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയൺ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പോ മാനേജർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷവും ഈ കോമ്പറ്റീഷനിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കമ്പനിയുടെ ഇൻഎക്സ്പീരിയൻസും പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്കുകളും ഒക്കെ ചിലപ്പോൾ ബയണെ താഴേക്ക് വലിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ലൈറ്റ് എഡ്ജ് ഇന്റർ മിലാന് തന്നെയാണ്. പക്ഷേ ബയണ് നമ്മൾ എഴുതി തരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹാരി കെയ്നൊക്കെ നല്ല ഫോമിൽ വന്ന് ആദ്യ ലെഗിൽ തന്നെ ഒരു 2-3 ഗോളിന്റെ ലീഡിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയണ് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ലെഗസി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബയണ് ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് ചിലപ്പോൾ ഈ ഘട്ടത്തിലായിരിക്കും ആ ഒരു മെന്റാലിറ്റി പുറത്തെടുക്കാൻ പോകുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്റർ മിലാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.